വിവാദങ്ങൾക്കിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ ജില്ലയിലെ പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. 15 മിനിറ്റാണ് ഇരുവരും തമ്മിൽ ചർച്ച നടന്നത്. അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, കണ്ണൂർ സർവകലാശാല VC-യുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്? നിലവിൽ ചർച്ച ചെയ്യേണ്ടതായ എന്തൊക്കെ വിഷയങ്ങളാണ് സർവകലാശാലയിൽ നിൽക്കുന്നത്? സുജി, അതായത് ഭാരതാംബ വിവാദം, അതോടൊപ്പം തന്നെ SFI ഉയർത്തിയിട്ടുള്ള പ്രതിഷേധം, ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ് ഗവർണർ. ആയതുകൊണ്ട് തന്നെ അക്കാഡമിക്കായിട്ടുള്ള വിഷയങ്ങൾ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ഔദ്യോഗികമായി വിശദീകരിക്കാമെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ചർച്ച ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 15ഓളം മിനിറ്റ് ഇരുവരും തമ്മിൽ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ സംഭാഷണത്തിനിടയിൽ ഈ പ്രതിഷേധം കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ കണ്ടിട്ടുള്ള ഭാരതാംബ വിവാദം, ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ പ്രതിഷേധങ്ങൾ, കണ്ണൂർ സർവകലാശാലയിലെ സ്ഥിതി, എന്തായാലും അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഈ സംഭാഷണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടാകുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും ഗവർണർ ഇപ്പോൾ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ തന്നെ തുടരുകയാണ്. കണ്ണൂരിൽ ഒരു പരിപാടിക്ക് വേണ്ടി എത്തിയതാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പൊതുമരാമത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് ഈ VC എത്തുകയും ചാൻസലറുമായി, അതായത് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഗവർണർ ഈ കൂടിക്കാഴ്ച 15ഓളം മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വൈസ് ചാൻസലർ ഇവിടെ നിന്നും മടങ്ങിയിട്ടുമുണ്ട്. സുജിയ, ഓക്കെ, വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അർജുൻ കല്യാടാണ്. കണ്ണൂർ സർവകലാശാല VC-യുമായി അതിനിടയിൽ ഗവർണറുടെ കൂടിക്കാഴ്ച. പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. കോടതിയിൽ നിന്ന് വന്ന പരാമർശം അത് ഗവർണറുടെ ആത്മവിശ്വാസം ഒരുപക്ഷെ കൂട്ടുന്നുണ്ടാകും. അടുത്ത നടപടി എന്തെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഇതോടെ